നമസ്കാരം. ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശബരിമല കാനനപാതയിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ തുടക്കത്തിലാണ്. അഴുത കടവ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതുവഴി കഴിഞ്ഞ 10 ദിവസത്തിനിടെ ശബരിമല തീർത്ഥാടകരായ 8000-ഓളം അയ്യപ്പന്മാരാണ് കടന്നു പോയിരിക്കുന്നത്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് ഈ പാതയിലൂടെ ആളുകളെ കടത്തിവിടുന്നത്. പമ്പ വരെ ഏതാണ്ട് 18 കിലോമീറ്ററാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്തു കൂടി വലിയ ക്രമീകരണങ്ങളാണ് വനം വകുപ്പും അതുപോലെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സമിതിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. എന്താണ് ഇവർ സീസണിൽ ഇവിടെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഈ ശബരിമല തീർത്ഥാടന കാലത്ത് ഈ കാനനപാതയിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നത് സാപ്പ് EDC ഭാരവാഹികളാണ്. ഇപ്പോൾ സാപ്പ് EDCയുടെ സെക്രട്ടറിയും പ്രസിഡന്റും നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? സാർ സെക്രട്ടറിയാണല്ലേ? എൻ്റെ പേര് ബാബു. സെക്രട്ടറിയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രമീകരണങ്ങൾ ഈ സീസൺ സമയത്ത് തയ്യാറെടുക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ സുരക്ഷിതമാണെങ്കിൽ നവംബർ 5-നാണ് താരകളിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഒരു 10-ആം തീയതി നവംബർ 10 ആകുമ്പോഴത്തേന് ഇവിടെ സേവന കേന്ദ്രം ആരംഭിക്കും. പിന്നെ നമുക്ക് അയ്യപ്പന്മാർക്ക് സുരക്ഷിതമായ സഞ്ചാരവർഗത്തിന് വേണ്ടി എക്കോ ഗാർഡ്സിൻ്റെ സേവനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടാകും. പിന്നെ അങ്ങനെയാണ് നമ്മൾ ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ചേട്ടൻ പ്രസിഡന്റാണ് ഈ നമ്മുടെ സാപ്പ് EDC കമ്മിറ്റിയുടെ. എങ്ങനെയാണ് ഇതിന്റെ ചേട്ടൻ പേരെങ്ങനെയാണ്? റിജി. എങ്ങനെയാണ് നമ്മളിവിടെ ഒരു വ്യാപാരികളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഇവിടെ നമുക്ക് അയ്യപ്പന്മാർക്ക് സുരക്ഷ ഒരുക്കാൻ നമ്മളുടെ ഈ കാനനപാതയിലുള്ള ക്രമീകരണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? നമ്മളെ ഇവിടെ EDC എന്ന് പറഞ്ഞ സാപ്പ് EDCയുടെ കീഴിലാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വൃശ്ചികം 1-ാം തീയതി മുതൽ അയ്യപ്പന്മാരെ കയറ്റി വിടുന്നുണ്ട്. പിന്നെ അതിന് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എക്കോ സ്ക്വാഡിൻ്റെയും പിന്നെ എലിമെൻ്റ് സ്ക്വാഡിൻ്റെയും പിന്നെ ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെ എല്ലാ സേവനം നമുക്ക് ഉണ്ട്. പിന്നെ ഒരു അയ്യപ്പൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അന്നേരം സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വന്ന് ആംബുലൻസ് കയറ്റി അടുത്ത ഹോസ്പിറ്റലിൽ, ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്ന എരുമേലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്, അവിടെ എത്തിക്കും. ഇതിപ്പോൾ 18 കിലോമീറ്ററാണ് പമ്പ വരെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ എത്ര ദൂരമാണ് നമ്മളുടെ ഈ ഇവിടെയുള്ള അഴുതക്കടവ് താവളം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരമാണ്. ഈ 1 കിലോമീറ്റർ ദൂരത്തിൽ അടുത്ത താവളത്തിൽ എന്തെങ്കിലും പറ്റിയാലും അവരെ ആ 1 കിലോമീറ്റർ ദൂരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരും നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് അടുത്ത എത്തിക്കും. ഈ സാർ അതുപോലെ രാവിലെ ഈ സമയത്ത് നമ്മൾ ഈ ഗേറ്റ് തുറക്കുന്നത് രാവിലെ 7 മണിക്കാണ്, ഉച്ചയ്ക്ക് 2:30 വരെ ഉണ്ട്. ഈ സമയത്ത് ഇതിന് മുന്നിൽ ഗോഡ് പോയി പരിശോധന നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതെങ്ങനെ നമ്മൾ? അതായത് രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേന് എക്കോ ഗാർഡ്സും സ്റ്റാഫും റൈഫിള്, പടക്കം, സുരക്ഷാ ഉപകരണങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ താര പരിശോധിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പുവരുത്തി ഇതാണ് അയ്യപ്പന്മാരെ ഗേറ്റ് തുറന്ന് കാത്തുവിടുന്നത്. ഏതായാലും സീസണിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏതാണ്ട് 8000-ഓളം പേർ ഈ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ മാത്രം ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. കൂടുതൽ അയ്യപ്പന്മാർ ഇതുവഴി എത്തുമെന്ന് തന്നെയാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവരുടെ ഒരുക്കിയിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ രാവിലെ 7 മണിയോടുകൂടി ഇവിടെ ഈ താര നമ്മുടെ ഒരു കാനനപാത പരിശോധിച്ച് അതുപോലെ തന്നെ ആനയുടെ ശല്യമില്ലെന്നും ആനകൾ വരുന്നില്ലെന്നും ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന അഴുതത്താവളത്തിന് ചുറ്റിൽ ഏതാണ്ട് 300 മീറ്ററോളം ദൂരം ഫെൻസിങ് ഉറപ്പുവരുത്തിക്കൊണ്ട് ആനകൾ ഇവിടെ എത്തുന്നില്ല എന്നുള്ളതെല്ലാം ഒരുക്കി കനത്ത സുരക്ഷയോടുകൂടിയാണ് അയ്യപ്പന്മാരെ ഇതുവഴി കടത്തിവിടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അയ്യപ്പന്മാർ ഇവിടെ എത്തും എന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. അഴുതക്കടവ് താവളത്തിൽ നിന്നും ടീം ജാഗ്രത.